ഇന്ന് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയൊരു കഥയാണ്. സ്വന്തം വീട്ടിൽ തന്നെ പോയപ്പോഴാണ് ഈ ഒരു ഫേൺ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റിനെ കിട്ടിയ കേട്ടോ. അപ്പോൾ ഇതിന് ഒരു തൈ അടിച്ച് മാറ്റി. ഇതാ ഇവിടെ വഴുതനയൊക്കെ കാച്ച് നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് ഇതാ ഈ ഒരു ചെടി ഇവിടെ കളഞ്ഞതാണ് കേട്ടോ. ഇതിവിടെ പൊടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു തൈ വലിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഡ്വാർഫ് എന്തോ ആണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ചെടിച്ചട്ടി വാങ്ങാനായിട്ട് ചെടിക്കടയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്താണ് കലാത്തിയുടെ ഒരു വലിയ ലീഫുള്ള ഈ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി വിത്തും ഗ്രോ ബാഗും അതുപോലെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിയ പ്ലാന്റിലെ ഇതിനെ നമുക്കിനി റീപോർട്ട് ചെയ്യണം. അപ്പോൾ അത് എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അതിലൊരു തൈ ഞാൻ സെപ്പറേറ്റ് എടുത്ത് നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നട്ടു വെച്ച ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ഫേൺ ഫാമിലിയിൽപ്പെട്ട വേറൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് റീപോർട്ട് ചെയ്യാനായിട്ട് ടൈമായി. ഇത് ഫുൾ വേര് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കൊട്ടി മണ്ണൊക്കെ കളഞ്ഞിട്ട് വേറൊരു വലിയ ബോട്ടിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ നോക്കിക്കൊണ്ട് എൻ്റെ കൂടെ ഒരാളുണ്ട്. ആൾ വീഴാൻ പോയിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് എൻ്റെ ഉമ്മയുടെ കൂടെ കോഴിക്ക് അട വയ്ക്കാനായിട്ട് കാണാൻ പോയി.